എനിക്ക് ഒരു പുരുഷന്മാരെ പോരാ. ഒരു പുരുഷനിൽ അത്ര വലിയ ഗുണങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. സെക്സില് ഭാര്യ ഭർത്താക്കന്മാരെ ബന്ധത്തിൽ മാത്രം സ്ത്രീ എലി, പുരുഷൻ പൂച്ച. കടിച്ചിട്ട് വിടും ജീവനോട്, പിന്നെയും കടിക്കും, പിന്നെയും ജീവനോട് വിടും. അതാണോ സെക്സ്? എന്ത് കാരണം വെച്ചിട്ടായിരുന്നു ഇതിനകത്തോട്ട് കയറി വന്നത്? കുറച്ച് പൈസ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂട്ടുകാരോട് അന്വേഷിച്ചപ്പോഴാണ് ഒരു കൂട്ടുകാരി പറഞ്ഞു തന്ന വഴിയാണിത്. ഇന്ന് എനിക്ക് ആവശ്യത്തിലധികം സാമ്പത്തികം വരുന്നെന്ന് എല്ലാ പുരുഷന്മാരെയും ഞാൻ വില കൊടുത്ത് വാങ്ങിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 8 മണി മുതൽ 5 മണി വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 5:30 പോലീസിനെ വിളിച്ചറിയിച്ചു. തെറ്റാണെങ്കിൽ അയാളാണല്ലോ കൊണ്ടുപോയി. കാലിൻ്റെ അടിയിൽ 3 അടി, പുറത്ത് 3 അടി, അങ്ങനെ ഒരു 6 അടി കിട്ടി. ആ പോടാ പറഞ്ഞത്. പോലീസുകാർക്ക് അടിക്കാതിരിക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ മിണ്ടാതിരിക്കണം എന്ന് എനിക്കറിയില്ല. മരണവേദനയായിരുന്നു. ഇപ്പം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരും. അന്ന് തോന്നിയ തീ എനിക്ക് ഇതേവരാണെന്നിട്ടില്ല. ആരെങ്കിലും ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ട്? ഒരുപാട് പേര് പെരുമാറിയിട്ടുണ്ട്. ഒരു സെക്സ് കൗൺസിലർ എന്ന് വിളിക്കുന്നതല്ലേ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു? അത്ര ഉയരമുള്ള പദവി ഭർത്താവല്ലാത്തൊരു സ്ത്രീയെ ഒരു പുരുഷൻ്റെ കൂടെ കഴിഞ്ഞവൾക്ക് കൊടുക്കാൻ പാടില്ലെന്ന് നിങ്ങൾ ഈ സമൂഹം തന്നെയാണല്ലോ തീരുമാനിച്ചത്. ആ പത്രം എഴുതിയത് നളിനി ജമീല എന്നൊരു സ്ത്രീയുണ്ട്, അവർക്ക് 3000 ക്ലയൻ്റ് ഉണ്ട്. വേറെ എന്തെല്ലാം ഞാൻ പ്രവർത്തിയുണ്ടോ അതൊന്നും ചോദിച്ചിട്ടേ ഇല്ല. പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും കുറവുള്ള ആൾക്കാരുള്ള ആളായിരുന്നു ഞാൻ. ഒരിക്കൽ പോലും ഒരാളെ പോലും ഇത് നല്ല ജോലിയാണ് അല്ലെങ്കിൽ ഈ ആളെ നിങ്ങൾക്ക് ഞാൻ തരാം, എനിക്ക് ഇത്ര പൈസ വേണമെന്നിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. വാങ്ങിക്കായിരുന്നെങ്കിൽ ഇന്ന് സിനിമാ ഫീൽഡ് അടക്കം എനിക്ക് പരിചയക്കാരുണ്ട്. ചെന്നപ്പോ കാണുന്ന എന്താണെന്നറിയോ, 3 പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം. ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ്. ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അതും കണ്ടു. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കാണണ്ടെന്ന് പറഞ്ഞു സത്യം ഓടിപ്പോയി. അപ്പൊ അത് രണ്ടാമത്തെ. അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെയും വേറൊരു നടി, എൻ്റെ അതേ പ്രായം തന്നെ ഉള്ളൊരു നടി. ഞങ്ങൾ രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് എനിക്ക് കാണേണ്ടത് നമ്മുടെ വയനാട് സ്റ്റൈലൊക്കെ വെച്ച് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഡ്രസ്സൊക്കെ മാറണം. ഞങ്ങൾ രണ്ടുണ്ടെങ്കിൽ ആ അത് മാറണം, എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം, നിങ്ങൾ രണ്ടുപേരും വ്യവസ്ഥരായിട്ട് എനിക്കിന്ന് കാണണം. അപ്പൊ സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വല്ലാത്ത ദിവസം ഞങ്ങൾ രണ്ട് പരസ്പരം നോക്കി. നോ സർ, അയ്യോ നോ 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 അങ്ങനെയായിരുന്നു. നമസ്കാരം. 2 ഓൺലൈൻ ചാനലുകളുടെ ഒരു ഇന്റർവ്യൂയുടെ ഒരു ഇൻട്രോ ആണ് നിങ്ങൾ കണ്ടത്. അത് ആദ്യം സമൂഹത്തോട് അല്ലെങ്കിൽ സംസാരിച്ച ആ യുവതിയെക്കുറിച്ച് പറയാം. നളിനി ജമീല എന്നാണ്. അവരുടെ ഒരു ആത്മകഥ ഇറങ്ങിയിട്ടുണ്ട് 2005 തൃശ്ശൂർ. അതിനുശേഷം 17 പതിപ്പുകളോളം ആ ആത്മകഥ എഴുതിയിട്ടുണ്ട്. നളിനി ജമീല എന്ന് പറയുന്ന ഒരു ലൈംഗിക തൊഴിലാളിയാണ് ഈ സ്ത്രീ. ഇവർ സമൂഹത്തിൽ വരുത്തിയിട്ടുള്ള കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവർ എയ്ഡ്സ് ബോധവൽക്കരണത്തിൻ്റെ പരിപാടിയുമായിട്ട് രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുപാട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ വാർത്താ മാധ്യമത്തിലൂടെ അവർ എഴുതിയ പുസ്തകത്തിൽ കൂടെ 3000-ലധികം പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള അവരിവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ അപ്പുറം 3000-ൽ പുറത്ത് യുവാക്കളെ അല്ലെങ്കിൽ യുവതികളെയൊക്കെ അവർ കൗൺസിൽ ചെയ്തിട്ടുണ്ട്, സെക്സ് പരമായിട്ടുള്ള കൗൺസിൽ ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു യുവതിയാണ് ഈ നളിനി ജമീല. ഇന്നിവിടെ പറയാൻ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ രൂപത്തിൽ സ്ത്രീ പുരുഷൻ എന്നുള്ള അതിൽ സ്ത്രീയായിട്ടുള്ള 2 യുവതികളാണ്. ആദ്യത്തെ യുവതിയുടെ കാര്യം അവരുടെ ജീവിതത്തിൽ ഭർത്താവ് ക്യാൻസർ വന്ന് മരണപ്പെട്ടപ്പോൾ 2 കുട്ടികളെ അവരെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി പ്രാരാബ്ദങ്ങളിടയിൽ ഒരു സുഹൃത്ത് പറഞ്ഞു കൊടുത്ത രീതിയിൽ ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ഒരു പോലീസുകാരൻ കാലത്തോട്ട് വൈകുന്നേരം വരെ അവരോടൊപ്പം ഉണ്ടായിരിക്കുകയും അതിനുശേഷം ആ പോലീസുകാരൻ തന്നെ ഇങ്ങനെ ലൈംഗിക തൊഴിലാളി പോകുന്നു പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയൊക്കെ ചെയ്ത ക്രൂരമായ നിരവധി അനുഭവങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ മേജർ രവി ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു കൗൺസിലറായിട്ട് തീരുമാനിച്ചാൽ എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഇത്തരത്തിലുള്ളവരെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇടപെട്ടവരെ അങ്ങനെ തീരുമാനിക്കുന്ന സമൂഹം ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഏത് കാര്യത്തിനായാലും പ്രാക്ടിക്കലായിട്ടും അറിവ് കൂടുതലുള്ളവർ ആ മേഖലയിൽ നിയമിക്കാറില്ല. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഒഴിച്ച് അല്ലെങ്കിൽ മറ്റ് അന്യരാജ്യത്തിൽ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ലോക രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവിടെ ആ രാജ്യങ്ങളിലൊക്കെ ഇത്തരം സെക്സ് ടൂറിസം ഉണ്ടെന്ന്.
ഇത്തരം ആൾക്കാരുകൾ നമ്മുടെ നാട്ടിൽ പെരുകി വരുന്ന സമ്പത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ലൈംഗിക സൂത്തിന് വേണ്ടിയോ നിരവധി പ്രമുഖരുമായിട്ടും മറ്റുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ വന്നിരുന്ന് വിളിച്ചു പറയുന്ന എന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ടവരും കുറ്റം ചെയ്ത സ്ത്രീകൾക്കൊന്നും ഇത്തരത്തിൽ വന്ന് പറയാൻ പറ്റുന്നില്ല. അത്തരം പീഡനങ്ങൾ നടക്കുന്നുണ്ട്, അവരൊക്കെ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇപ്പോൾ രണ്ടാമത് കാണുന്ന വീഡിയോ, അതും ഒരു ഓൺലൈൻ ചാനല് ഇന്റർവ്യൂ കൊടുത്തതാണ്. അവരുടെ ശരീരഭാഷയും രീതികളും നോക്കും. അവർ പീഡിപ്പിക്കപ്പെട്ടെന്നാണ് പറഞ്ഞത്. മരണപ്പെട്ടവരെയും ഇനി ജീവിച്ചിരിക്കുക, ഇനി എനിക്കൊന്ന് ഇനി ജനിക്കാനുള്ള കുട്ടികളെ കുറിച്ച് വരും അവർ ചിലപ്പോൾ ഒരു പക്ഷെ പറഞ്ഞിരിക്കും. അത്തരത്തിലുള്ള ഒരു മാനസിക സ്ഥിതിയിലാണ് അവർ പോകുന്നത്. അവർ ഇപ്പോൾ ഒരു ചാനലിൽ ഒരു റേറ്റിംഗ് വേണ്ട, അവർക്ക് അത് കാണാൻ വേണ്ടി ഓൺലൈൻ അവർക്ക് പ്രത്യേകം അവർക്ക് ഇഷ്ടമുള്ള ഒരു ചാനൽ കൊടുക്കുന്നു. ആ ചാനലുകാർ വ്യൂസുകൾ ആൾക്കാർ കാണുന്നു, വീണ്ടും അടുത്ത ചാനൽ കൊടുക്കുന്നു. ഇപ്പോൾ ഒരു പ്രമുഖനെ കുറിച്ച് അല്പം കുറച്ച് പൈസ കൊണ്ട് കൊടുത്തിട്ട് ഇദ്ദേഹവും നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ അവരെ കുറിച്ച് വിളിച്ചു പറയണമെന്ന് പറഞ്ഞാൽ ഏതൊരു പ്രമുഖ വ്യക്തിയെക്കുറിച്ച് അവർക്ക് വിളിച്ചു പറയാം. അപ്പൊ ഇത്തരത്തിൽ നിരന്തരം ഇനി സിനിമാ ലോകത്തും അല്ല, മന്ത്രിമാര്, സിനിമാ ലോകത്തുള്ളവര്, അത്തരത്തിൽ ആരൊക്കെയാണോ ആരെ വേണമെങ്കിലും ഈ സ്ത്രീ വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയാണ്. മുൻകാലങ്ങളിൽ നമുക്ക് കേരളത്തിൽ 2 സ്ത്രീകളെ കുറിച്ച് അറിയാം, ഒരു സരിത, ഒരു സ്വപ്ന. അത്തരത്തിൽ ഓരോ സ്ത്രീകളും ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന വാർത്തകളാണ്. പക്ഷേ ഈ സ്ത്രീയെക്കുറിച്ച്, ഈ മിനു മുനീറിനെ കുറിച്ച് ഇതിനകത്ത് അവരെ ഈ സ്ത്രീ വിഭാഗത്തിലെ കൂട്ടാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിനേക്കാൾ ഇത്രയും മാന്യവും അന്തസ്സുമാണ് ഈ നളിനി ജമീല എന്ന് പറയുന്ന ഈ സ്ത്രീ. അവർ 3000-ലധികം യുവാക്കളും അല്ലെങ്കിൽ പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും അവർ പുസ്തകങ്ങൾ എഴുതുകയും അവരത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിന്റെ സാഹചര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ട് അവരുടെ ആ കഥ, ആ ഇന്റർവ്യൂ മൊത്തം കാണാം, യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആത്മകഥ എഴുതിയിട്ടുണ്ട്. എന്ത് അന്തസ്സുള്ള ഒരു സ്ത്രീയായിട്ട് കണക്കൂട്ടാം. പക്ഷെ അവരെ നാലിൽ അവരെ കാലിന്റെ വിരലിന്റെ അല്ലെങ്കിൽ ഒരു മുടിയുടെ ഒരു അംശം പോലും ഇല്ലാത്തവളാണ് ഈ ഇരുന്ന് പറയുന്ന മിനു മുനീർ. ഇത്തരത്തിലുള്ളവരെ ഓൺലൈൻ മീഡിയകളിൽ ഇപ്പൊ എന്താണ് നമ്മുടെ നാട്ടിൽ എന്താണ് ഇത്ര ആൾക്കാർ ഇത് കാണുന്നത്? കാണുന്നവർ ആരാണ്, കാണുന്നത് ആരാന്ന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം യൂട്യൂബിൽ ഇത് കാണും. അതുകൊണ്ട് നാളെ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അത് വാർത്തയാക്കി കാണിക്കും. അത് കാണാൻ ആളുണ്ട്, അതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. എന്തുകൊണ്ട് കാണുന്നു? അപ്പോൾ ഈ നളിനി ജമീല പറയുന്നത് സെക്സ് ടൂറിസം, ഭർത്താക്കന്മാരായിട്ടുള്ളവരാവട്ടെ, വിവാഹം കഴിച്ചവർ, വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു സ്ത്രീകളുമായിട്ടുള്ള എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു, ഇതൊക്കെ അവരുടെ അടുത്ത് കൗൺസിലിംഗ് പരമായിട്ട് ചോദിച്ചാൽ അതിനുള്ള മറുപടികൾ പലതും അവരെ ഇത് കിട്ടിയിരുന്നു. അത്തരത്തിൽ അവർക്കുള്ള അവരാ രീതിയിൽ ആ പെട്ട മേഖലയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവരെന്നിട്ടും പറയുന്നു ആ മേഖലയിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും കുറവ് കണക്ക് അവരുടെയാണ്. അതിൽ കൂടുതലും ഉള്ള സ്ത്രീകൾ സമൂഹത്തിലുണ്ട്, ഉണ്ടായിരിക്കണം. അതാണ് അവർ പറയുന്നത്. അതിൽ ഒരു ചെറിയൊരു കണക്കാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ആ വിലയിരുത്തൽ നടത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ആ നളിനി ജമീലയുടെ ഒരു അംശത്തിന്റെ വില പോലും ഇല്ലാത്ത ഇത്തരം സ്ത്രീകളെ, അല്ലെ ഇപ്പോൾ നമുക്ക് ആർക്കാരും വരുമാനത്തിന് ഈ ആൾക്കാർ കാഴ്ചക്കാർ വേണമെങ്കിൽ ഇത്തരം വാർത്തകൾ വേണം. ഇത്തരം വാർത്തകൾ ഇരുന്ന് പറയുന്ന ഇവരെ പോലെയുള്ളവർ എന്താ പറയാ, അത് സമൂഹം വിലയിരുത്തട്ടെ. ഇതിന് നിങ്ങൾ വിലയിരുത്തുക. ഈ സ്ത്രീയെയും നളിനി ജമീലെ പോലുള്ള സ്ത്രീകളെയും ഈ മിനു മുനീറിനെ പോലുള്ള സ്ത്രീകളെയും സമൂഹം വിലയിരുത്തട്ടെ. അപ്പം വാർത്തയ്ക്ക് വേണ്ടി പോകുമ്പോൾ കുറച്ച് ദിവസം കൊണ്ടു നടക്കും. ഇനി പുതിയ ഒരു കുറച്ച് എന്തിന്റെ പ്രലോഭത്തിന്റെ പേരിലായാലും ഇത്തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കപ്പെടും. അതാണ് സമൂഹത്തിന് ഗുണമുള്ളത്. നളിനി ജമീലെ പോലുള്ളവരുടെ അവരുടെ അറിവുകളും അവരുടെ പുസ്തകങ്ങളും അവരുടെ ഇന്റർവ്യൂകളും കാണാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ളവരുടെ ഈ വാർത്തകൾ, ലഹരി വിമർശിക്കുന്ന ഇത്തരം വാർത്തകൾ പറ്റമായിട്ട് ഒഴിവാക്കുക എന്ന് മാത്രമാണ് ഈ 2 ഇന്റർവ്യൂകളും നിങ്ങളോട് കാണിച്ചു വെച്ച് എനിക്ക് പങ്കുവെക്കാനുള്ളത്. നന്ദി, നമസ്കാരം.